പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ. ഷഹീർ ഏജൻസീസ്, വാഴാനി റോഡ്, ഓട്ടുപാറ. ഫോൺ 9544886228. വൻതോതിൽ മണ്ണിട്ട് നികത്തിയ പാടങ്ങളിൽ തെങ്ങ്, കവുങ്ങ് ഉൾപ്പെടെയുള്ള കൃഷികൾ ചെയ്ത് പാടശേഖരങ്ങൾ കാർഷിക വൃത്തിക്ക് ഉപകരിക്കാത്ത തരത്തിലാക്കിയ ചിറ്റണ്ട, കോട്ടപ്പുറം വില്ലേജുകളിൽ ഉൾപ്പെട്ട പാടശേഖരങ്ങളിൽ അധികൃതർ സന്ദർശനം നടത്തി. പ്രദേശവാസികളുടെ പരാതിയെ തുടർന്നാണ് വില്ലേജ് അധികൃതർ സ്ഥലത്ത് പരിശോധന നടത്തിയത്. കുണ്ടന്നൂർ, ചിറ്റണ്ട, കോട്ടപ്പുറം വില്ലേജുകളിൽ ഉൾപ്പെട്ട നെൽകൃഷിക്ക് അനുയോജ്യമായ പാടങ്ങൾ വൻതോതിൽ മണ്ണിട്ട് നികത്തി വാഴയും കവുങ്ങും തെങ്ങും മറ്റു കൃഷികൾ ചെയ്തും സ്നേഹമതിൽ കെട്ടി നീരൊഴുക്ക് നഷ്ടപ്പെടുന്ന രീതിയിലും വളവും ഉൽപ്പന്നങ്ങളും ട്രാക്ടറും ഇറക്കുവാൻ സാധ്യമാകാത്ത തരത്തിൽ സമീപ പ്രദേശങ്ങളിലെ കൃഷിസ്ഥലങ്ങളിലും കൃഷിക്ക് യോഗ്യമല്ലാതാക്കിയിരിക്കുകയാണ്. ഇവിടെ കൃഷി ചെയ്യാനായിട്ട് വളരെ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിന് തടസ്സം കൊണ്ടും അയൽവാസികളുടെ പരിസരവാസികളുടെ തെങ്ങും വാഴയും കാര്യങ്ങളും എല്ലാമായിട്ട് വണ്ടി വരാനും വെള്ളം വരാനും വളരെയധികം ബുദ്ധിമുട്ടിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ പാട്ടത്തിനും ഭൂമി എടുത്തിട്ട് 500-600 രൂപ കൊടുത്തിട്ടാണ് കൃഷി, ഞാൻ ഏക്കർ കണക്കിന് ഞാൻ കൃഷി ചെയ്യുന്നത്. ഞാനൊരു കൂലിപ്പണിക്കാരനാണ്. എനിക്ക് അതിനുള്ള വരുമാനമുള്ളത്. ഇത് പറഞ്ഞിട്ട് വേണം എൻ്റെ കുടുംബം ജീവിക്കാനും. ഇതിൻ്റെ പേരിൽ ഇതിൻ്റെ പേരിൽ എന്ത് നടപടി എടുക്കാനോ ഞാൻ ഇതിന് സഹായിക്കാൻ തയ്യാറാണ്. എൻ്റെ കൂടെ ഇവിടെയുള്ള ജനങ്ങളും എൻ്റെ കൂടെ ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം നമുക്ക് പോകാനുള്ള വഴികൾ, കാര്യങ്ങൾ, ശുദ്ധമായ കാര്യങ്ങൾ, വെള്ളം പോകാനുള്ള സൗകര്യങ്ങൾ, വണ്ടിക്കുള്ള സൗകര്യങ്ങൾ, ഒരു കറ്റ കൊണ്ടുപോകാനോ ഒരു വളം കൊണ്ടുപോകാനോ എന്ത് സാധനം കൊണ്ടുപോകാനോ നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഈ ഭൂമി. വില്ലേജ് അധികൃതരും കൃഷി ഓഫീസും സംഭവസ്ഥലങ്ങൾ പരിശോധിച്ചു. സമീപ പ്രദേശവാസികൾ ഒപ്പുശേഖരണം നടത്തിയാണ് ജില്ലാ കലക്ടർക്കും വില്ലേജ് ഓഫീസർക്കും കൃഷിഭവനും പരാതികൾ നൽകിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തിയത്. നമസ്കാരം. ഇതാണ് ഞങ്ങളുടെ പാടത്തേക്ക് ഇറങ്ങുന്ന വഴി. ഞങ്ങളുടെ എല്ലാവർക്കും കൃഷി ആവശ്യത്തിനുള്ളൊരു പാടമാണ്. ഇനി അടുത്ത തലമുറയ്ക്ക് നമുക്ക് പാടമായിട്ട് തന്നെ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കണേ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹമതിലൊക്കെ കെട്ടി വെള്ളത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുന്ന രീതിയിലും അതുപോലെ മറ്റ് കൃഷിയിൽ തെങ്ങൊക്കെ വെച്ച് നെൽകൃഷി ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് പലരും. ഇത് ഇവിടുത്തെ എല്ലാ സമീപ പാടങ്ങളിലും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് പേര് ഒപ്പ് ശേഖരിച്ചിട്ട് കലക്ടർക്കും വില്ലേജ് ഓഫീസിലേക്കും അതുപോലെ തന്നെ നമ്മുടെ എരുമപ്പെട്ടി കൃഷി ഭവനിലേക്കും അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാവണം. അതുപോലെ തന്നെ ഈ ഇതിലേക്ക് ഇറങ്ങുന്ന ട്രാക്ടർ ഇറങ്ങുന്ന വഴിയുണ്ട്, അതും കറക്റ്റ് അല്ലാത്ത രീതിയിലാണ്. അതുകൊണ്ട് കൃഷിക്ക് പലർക്കും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ദയവ് ചെയ്ത് നടപടി ഉണ്ടാവണമെന്നാണ് ആഗ്രഹിക്കുന്നത്. VCB ന്യൂസ്, കുണ്ടന്നൂർ.